Hello all. Welcome to News in 360 Degree by Civils 360 IAS Academy. So, first news എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിൽ ഉണ്ടായ ഒരു ഓപ്പറേഷനിൽ കുറച്ച് നക്സലൈറ്റ്സ് കൊല്ലപ്പെട്ടു എന്നുള്ളൊരു ന്യൂസ് ആണ്. സോ UPSC പെർസ്പെക്റ്റീവിൽ പറയുമ്പോൾ ഇന്റേണൽ സെക്യൂരിറ്റിയിലെ നമ്മുടെ ഒരു ടോപ്പിക് ആണ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം. അപ്പൊ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം എന്താണ്, എവിടെയൊക്കെയാണ് ഇന്ത്യയിൽ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ഉള്ള ഏരിയാസ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് ഗവൺമെന്റിന്റെ മെഷേഴ്സ്, എന്തൊക്കെയാണ് ചാലഞ്ചസ്, എന്തൊക്കെയാണ് വേ ഫോർവേഡ്, ഇതൊക്കെ നമുക്ക് മീൻസ് പെർസ്പെക്റ്റീവിൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, നോട്ട്സും ഉണ്ടാക്കേണ്ടതാണ്. ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു അൾട്രാ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി എസ്പൗസ് ചെയ്യുന്ന ഗ്രൂപ്പ്സിനെ ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുക. ഒരു കോമൺ പാർലൻസിൽ നമ്മൾ മാവോയിസ്റ്റുകളെന്നും നക്സലൈറ്റുകളെന്നും വിളിക്കുന്ന ഗ്രൂപ്പ്സ്. സോ ഈ മാവോയുടെ സിദ്ധാന്തം എന്നൊക്കെ പറയപ്പെടുന്നത് പലപ്പോഴും ഈ വിപ്ലവം തോക്കിൻകുഴലിലൂടെ എന്നൊക്കെയാണല്ലോ. സോ അത് തന്നെയാണ് പലപ്പോഴും ഒരു എന്താ പറയുക നക്സലൈറ്റ്സിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് റെവല്യൂഷണറി മീൻസിലൂടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റ്സിനെ ഓവർത്രോ ചെയ്യുക എന്നുള്ളൊരു എയിമാണ് പലപ്പോഴും ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്സിനുള്ളത്. സോ ഒരു ഇന്റർണൽ സെക്യൂരിറ്റി ത്രെറ്റ് ആയിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് ആർ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഹു എസ്പൗസ് റാഡിക്കൽ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജീസ് ആൻഡ് സീക്ക് ടു ഓവർത്രോ എസ്റ്റാബ്ലിഷ് സിസ്റ്റംസ് ഓഫ് പവർ ത്രൂ വയലന്റ് മീൻസ്. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ഉള്ള ഏരിയാസിനെ റെഡ് കോറിഡോർ ആയിട്ട് കണക്കാക്കും. റെഡ് കോറിഡോർ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ട്. അത് വേരിയിങ് ഡിഗ്രീസിലാണ് ശരിക്കും ഈ റെഡ് കോറിഡോറിന്റെ ഒരു എന്താ പറയാ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചില സ്ഥലങ്ങളിൽ മോഡറേറ്റ്ലി എഫക്റ്റഡ് ആയിരിക്കും, ചില സ്ഥലങ്ങൾ എക്സ്ട്രീംലി എഫക്റ്റഡ് ആയിരിക്കും. ഇപ്പൊ റെഡ് കോറിഡോർ സ്റ്റേറ്റ്സ് പ്രധാനമായിട്ടും ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ഒഡീഷ, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കേരള എന്നിങ്ങനെയുള്ള സ്റ്റേറ്റ്സ് ആണ്. ശരിക്കും വെസ്റ്റ് ബംഗാളിലെ നക്സൽബാഡി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഈ മൂവ്മെന്റിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നതുകൊണ്ടുകൂടിയാണ് ഈ നക്സൽസ് എന്ന് വിളിക്കുന്നത്, നക്സൽബാഡി എന്ന് പറഞ്ഞൊരു സ്ഥലം കാരണം. സോ അതുകൂടാണ്ട് അസാമിലും മണിപ്പൂരിലേക്കൊക്കെ പുതിയ ഏരിയാസ് എന്താ പുതിയ ന്യൂവർ ഏരിയാസ് ഓഫ് സ്പ്രെഡ് ഓഫ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം എന്നുള്ള രീതിക്കും കണക്കാക്കപ്പെടുന്നുണ്ട്. ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം നമ്മൾ ബ്രോഡ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാർജിനലൈസ്ഡ് ആണ്. അതായത് ഔട്ട്സൈഡേഴ്സ് വന്ന് നമ്മൾ ജൽ ജംഗൽ ജമീൻ എന്ന് പറയത്തില്ലേ, വാട്ടർ, ലാൻഡ് ആൻഡ് ഫോറസ്റ്റ്. ജംഗൽ ജമീൻ, ഈ വാട്ടറും ലാൻഡും ഫോറസ്റ്റും ഒക്കെ ഔട്ട്സൈഡേഴ്സ് വന്ന് ലാൻഡ് ഏറ്റെടുക്കുക, ഈ ട്രൈബൽസിനെ എല്ലാം മാർജിനലൈസ് ചെയ്യുക, എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ഫോഴ്സ്ഡ് ലേബർ, അവരുടെ എന്താ പറയാ ട്രഡീഷണൽ ലൈവ്ലിഹുഡിനെ എല്ലാം ഡിസ്ട്രോയ് ചെയ്യുക, ഇങ്ങനെയുള്ള പല അറ്റംപ്റ്റ്സും എന്താണ് ഒരു റിസെന്റ്മെന്റ് ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസവും എന്താ പറയാ ഈ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള റീജിയൻസും തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ എക്സ്പ്ലോയിറ്റേഷൻ ഒരു കാരണമാണ്. പിന്നെ സോഷ്യോ എക്കണോമിക് ഇനീക്വാളിറ്റീസ്, ഈ ഒരു ഡിസ്പാരിറ്റീസ് ഉണ്ടാവുക, ഡെവലപ്മെന്റൽ ഡിവൈഡ് ഉണ്ടാവുക, സോഷ്യോ എക്കണോമിക് ഇനീക്വാളിറ്റീസ്, മാർജിനലൈസിങ് പീപ്പിൾ, അതൊരു റിസെന്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ ഓൾട്ടർനേറ്റീവ്സ് കാണാത്ത പക്ഷം ദി ടെൻഡ് ടു മൂവ് ടു ദീസ് റാഡിക്കൽ ഐഡിയോളജീസ് ടു ഗെയിൻ ദെയർ റൈറ്റ്സ്. പിന്നെ ഗവേണൻസ് ഗ്യാപ്സ്, ഈ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഗവൺമെന്റുമായിട്ട്. അതായത് എന്താണ് ഗവൺമെന്റ് പ്രോജക്ട്സും പോളിസീസും ഒന്നും പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ആകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വെൽഫെയർ നടപ്പാക്കപ്പെടുന്നില്ല. അപ്പൊ ഈ ലാക്ക് ഓഫ് വെൽഫെയർ ഡ്യൂ ടു ലാക്സ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഗവൺമെന്റ് പോളിസീസ്, അതും ഒരു റീസൺ ആണ്. പിന്നെ റോൾ ഓഫ് എക്സ്റ്റേണൽ സ്റ്റേറ്റ് ആക്ടേഴ്സ്, പലപ്പോഴും എക്സ്റ്റേണൽ സ്റ്റേറ്റ് ഫണ്ടിങ് കിട്ടാറുണ്ട് ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്സിന്. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ്. പിന്നെ ഇന്ത്യയുടെ മെഷേഴ്സിന്റെ കാര്യം പറയുമ്പോൾ പ്രധാനപ്പെട്ടത് നമ്മൾ എപ്പോഴും പറയുന്നത് ഒന്ന് സമാധാൻ ഡോക്ട്രിൻ ആണ്. ഇതൊരു ആക്രോണിം ആണ്. സമാധാൻ, സ്മാർട്ട് ലീഡർഷിപ്പ്, aggressive strategy, M for motivation and training, A for actionable intelligence, D dashboard like KPIs, H harness technology, A action plan for each theater, N no access to financing. ഈ ഒരു സമാധാൻ ഡോക്ട്രിൻ പ്രകാരമാണ് ഇന്ത്യയിൽ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം മോസ്റ്റ്ലി ഡീൽ ചെയ്യപ്പെടുന്നത്. അതുകൂടാണ്ട് ഒഫൻസീവ് സ്ട്രാറ്റജീസ്, നമ്മളിപ്പോ പല ഓപ്പറേഷൻസിനെ പറ്റിയും കേൾക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഓപ്പറേഷൻ ഒക്ടോപ്പസ്, ഓപ്പറേഷൻ ഡബിൾ ബുൾ,
ഓപ്പറേഷൻ ചക്രബന്ധ, ഇതൊക്കെ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ടാക്കിൾ ചെയ്യാനുള്ള ഓപ്പറേഷൻസ് ആണ്. പിന്നെ സറണ്ടർ ആൻഡ് റീഹാബിലിറ്റേഷൻ പോളിസീസ്, പലപ്പോഴും ഗവൺമെന്റ് സറണ്ടർ ആൻഡ് റീഹാബിലിറ്റേഷൻ പോളിസീസ് നടപ്പിലാക്കാറുണ്ട്. അതായത് ഓൾറെഡി ഇപ്പം ഈ ലെഫ്റ്റ് വിങ് ഫോഴ്സസിൽ ഇൻവോൾവ് ആയിട്ടുള്ളവർ പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദേ ക്യാൻ കം ആൻഡ് സറണ്ടർ ടു ദ ഫോഴ്സസ്. അവരുടെ ആംസ് ഒക്കെ സറണ്ടർ ചെയ്യാം. അവർ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള സൂട്ടബിൾ ആയിട്ടുള്ള പ്രൊവിഷൻസും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് ഓൾട്ടർനേറ്റ് ലൊക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള സ്കില്ലിങ്ങും ട്രെയിനിങ്ങും ജോബ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കൊടുത്ത് അവർ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള പോളിസീസ് പല സ്റ്റേറ്റ്സിലും ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഇംപ്രൂവ്ഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗവർണൻസ്, ഈ പറയുന്ന ഏരിയാസിലൊക്കെ കുറച്ചുകൂടെ പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള ഗവർണൻസ് കൊണ്ടുവരിക, സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള പോളിസീസ് പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക, അതുവഴി യൂത്ത് ഒക്കെ എന്താണ് ഇതുപോലത്തെ എക്സ്ട്രീമിസ്റ്റ് മെഷേഴ്സിലേക്ക് പോകുന്നത് തടഞ്ഞുകൊണ്ട് അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്ന രീതിക്ക് ഡെവലപ്മെന്റ് മെഷേഴ്സും ഗവൺമെന്റ് നടപ്പിലാക്കാറുണ്ട്. വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞാല് SCO, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗിന് പാകിസ്ഥാനിൽ വെച്ചാണ് നടക്കുന്നത്. നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ പങ്കെടുക്കും എന്നുള്ളൊരു ന്യൂസ് ആണ്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റില് നമ്മുടെ ഇന്റർനാഷണൽ റിലേഷൻ GS2 പെർസ്പെക്റ്റീവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് എന്താണ് SCO, എന്താണ് SCO എന്ന ഗ്രൂപ്പിംഗിന്റെ സിഗ്നിഫിക്കൻസ്, എന്താണ് ഇന്ത്യക്കുള്ള സിഗ്നിഫിക്കൻസ്, എന്താണ് ചാലഞ്ചസ്, എന്താണ് വേ ഫോർവേഡ്, എന്താണ് ഇതൊക്കെ നമ്മൾ GS2 മെയിൻസ് പെർസ്പെക്റ്റീവിൽ അറിഞ്ഞിരിക്കണം. അതുകൂടാണ്ട് പ്രിലിംസില് SCO ഇപ്പൊ ഇന്ത്യ പാർട്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് ആണ്. അപ്പൊ SCOയുടെ മെമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. SCOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇന്ത്യ ജോയിൻ ചെയ്തത് എപ്പോഴാണെന്ന് അറിഞ്ഞിരിക്കണം. SCOയുടെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ ഇനിഷ്യേറ്റീവ്സ് ഉണ്ടോ, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ SCO 2001 ഫോം ചെയ്ത ഒരു ഇന്റർ ഗവൺമെന്റൽ പൊളിറ്റിക്കൽ, ഇക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി അലയൻസ് ആണ്. ലാർജ്ലി ഏഷ്യൻ മെമ്പേഴ്സ് തന്നെയാണുള്ളത്. ഇപ്പോൾ അറ്റ് പ്രസന്റ് 10 മെമ്പേഴ്സ് ഉണ്ട്. റഷ്യ, ചൈന, അതുകൂടാണ്ട് സെൻട്രൽ ഏഷ്യൻ സ്റ്റേറ്റ്സ് ലൈക്ക് തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ. പിന്നെ ഇന്ത്യ ജോയിൻ ചെയ്തിട്ടുണ്ട് 2017. അതേ വർഷം തന്നെ പാകിസ്ഥാനും ജോയിൻ ചെയ്തിട്ടുണ്ട്. 2021 ഇറാനും ജോയിൻ ചെയ്തു. ലേറ്റസ്റ്റ് ആയിട്ട് 2024 ബെലാറസും ജോയിൻ ചെയ്തു. സോ ഇതൊരു യുറേഷ്യൻ ഇക്കണോമിക് കണക്ടിവിറ്റി ആണ്. ഒറിജിനലി P5 എന്ന് പറയുന്ന 5 നേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഷാങ്ഹായ് 5 എന്ന് പറയുന്ന 5 നേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 2001 അതിനെ എക്സ്പാൻഡ് ചെയ്ത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ആകുകയായിരുന്നു. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, ഒരു പെർമനന്റ് സെക്രട്ടേറിയറ്റ് ഉള്ളത് ബീജിംഗിലാണ്, ചൈന. ഒഫീഷ്യൽ ലാംഗ്വേജസ് ചൈനീസും റഷ്യനുമാണ്. നമ്മൾ ഈ ലോഗോ കാണുമ്പോൾ മനസ്സിലാവും, അവിടെ മുകളിൽ ചൈനീസും താഴെ റഷ്യനിലുമാണ് എഴുതിയിട്ടുള്ളത്. SCOയുടെ ഒരു ബേസിക് വർക്കിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ലെവൽ ഓഫ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ ആണ്. ഈ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ ശരിക്കും ആനുവലി മീറ്റിംഗ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇന്ത്യ കഴിഞ്ഞ വർഷമൊക്കെ ഹോസ്റ്റ് ചെയ്തിരുന്നു. 2023 വെർച്വൽ സമ്മിറ്റ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ ആനുവലി മീറ്റ് ചെയ്ത് ഹയസ്റ്റ് ലെവൽ ഡിസിഷൻസ് ഒക്കെ എടുക്കും, പോളിസീസും പ്രോഗ്രാംസും. അതുകൂടാണ്ട് ഇപ്പൊ നടക്കുന്ന ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് കൗൺസിൽ ഉണ്ട്. ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് കൗൺസിൽ കുറച്ചുകൂടെ എന്താണ് ഈ ബഡ്ജറ്റ്, ഫൈനാൻസിങ്, മൾട്ടിലാറ്ററൽ പോളിസീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് കൗൺസിലിൽ ഡീൽ ചെയ്യും. പിന്നെ അതുകൂടാണ്ട് 2 പെർമനന്റ് ബോഡീസ് SCOക്ക് ഉള്ളത്. ഒന്ന് സെക്രട്ടേറിയറ്റ്, നേരത്തെ പറഞ്ഞ ബീജിംഗിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു, സെക്രട്ടേറിയറ്റ് ഉണ്ട് ബീജിംഗില്. അതുകൂടാണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് റീജിയണൽ ആന്റി ടെററിസ്റ്റ് സ്ട്രക്ചർ ഉണ്ട്, വിച്ച് ഇസ് ഓൾസോ കോൾഡ് റാറ്റ്സ്. ഈ റാറ്റ്സ് എന്ന് പറയുന്നത് ശരിക്കും SCOയുടെ ഈ ആന്റി ടെററിസ്റ്റ് വിങ് ആണ്. എവിഡന്റ് ഫ്രം ദ നെയിം, റീജിയണൽ ആന്റി ടെററിസ്റ്റ് സ്ട്രക്ചർ. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് താഷ്കെന്റിലാണ്. താഷ്കെന്റ് ഉസ്ബെക്കിസ്ഥാനിലുള്ള സ്ഥലമാണ്. താഷ്കെന്റിൽ റാറ്റ്സ് ഉണ്ട്. അപ്പോ അതുകൂടാണ്ട് ഈ SCOയുടെ സെക്രട്ടറി ജനറലിനെയും റാറ്റ്സിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഡയറക്ടറെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ ആണ് ഫോർ എ ടേം ഓഫ് 3 years. ഇനി അടുത്തത് എന്താണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം SCOയുടെ സിഗ്നിഫിക്കൻസ്. സോ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ 2017 ജോയിൻ ചെയ്യുന്നത്. അതും അസ്താന സമ്മിറ്റ്. അസ്താന കസാഖിസ്ഥാനിലുള്ള സ്ഥലമാണ്. 2017 അസ്താന സമ്മിറ്റിലാണ് ഇന്ത്യ SCO ജോയിൻ ചെയ്യുന്നത്. അപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൈമർലി ഏഷ്യൻ മെമ്പേഴ്സ് ഉള്ള റീജിയണൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ഡീൽ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് SCO. അത് ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റീസൺ ആണ് SCO ജോയിൻ ചെയ്യാൻ.
മാത്രമല്ല ഇറ്റ് ഇസ് എ ഫോറം ഫോർ കോപ്പറേഷൻ വിത്ത് സെൻട്രൽ ഏഷ്യൻ കൺട്രീസ്. ഈ പറയുന്ന കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ ഇതുമായിട്ടൊക്കെയുള്ള കോപ്പറേഷൻ, സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സുമായിട്ടുള്ള കോപ്പറേഷൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്താ പറയുക, എനർജി സെക്യൂരിറ്റി പരമായി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കസാക്കിസ്ഥാനുമായിട്ടൊക്കെ നമുക്ക് യുറേനിയം ഡീലിങ്സ് ഉണ്ട്. അപ്പൊ ഈ അതൊക്കെ വെച്ച് സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സുമായിട്ടൊരു ശക്തമായ ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോറം SCO ആണ്. സോ ഈ കോപ്പറേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ പ്ലാറ്റ്ഫോം നമുക്ക് ലെവറേജ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സ് പലപ്പോഴും നമുക്ക് കണക്ടിവിറ്റി ഇഷ്യൂസ് ഒക്കെ കാരണം പാകിസ്ഥാൻ വഴിയൊക്കെ കോൺടാക്ട് ചെയ്യേണ്ടി വരും. നമ്മുടെ പോളിസീസ് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസിറ്റ് കോറിഡോർ INSTC ഒക്കെ ശരിക്കും ഈ പറയുന്ന ലോജിസ്റ്റിക്സ് ഗ്യാപ്പ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂടിയാണ്. അപ്പൊ ഈ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സിന്റെ ഇമ്പോർട്ടൻസ് കാരണം തന്നെ ആ ഒരു കോപ്പറേഷൻ കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു ഫോറമാണ് SCO. പിന്നെ അതുകൂടാണ്ട് കൗണ്ടറിങ് ടെററിസം, ഈ റാറ്റ്സിന്റെ ഇന്റലിജൻസിനും ഇൻഫർമേഷനും ഒക്കെ ഇന്ത്യക്കും കൂടി ആക്സസ് കിട്ടും. അതുകൊണ്ട് തന്നെ റീജിയണൽ ടെററിസം കൗണ്ടർ ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അതുകൂടാണ്ട് ബാലൻസിങ് ചൈനീസ് ഡോമിനൻസ് ഇൻ ദ റീജിയൻ. ഈ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക് ആയാലും ഈ ഒരു ഏഷ്യൻ കൺട്രീസിന്റെ റീജിയനിൽ ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇന്ത്യക്ക് ഒരു ബാക്ക് സ്റ്റെപ്പ് എടുക്കാൻ പറ്റില്ല. ഇന്ത്യ ഇതിൽ കോപ്പറേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മൾ കയറിയില്ല എങ്കിൽ ചൈന അവിടെ ഡോമിനന്റ് പ്രസൻസ് ആയി മാറും. അത് നമുക്ക് ഡെട്രിമെന്റൽ ആയിട്ടായിരിക്കും ബാധിക്കുക. പ്രത്യേകിച്ച് ചൈനയ്ക്ക് ഈ പറയുന്ന ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഒക്കെ ഉള്ള പക്ഷം അത് നമുക്ക് ഡെട്രിമെന്റൽ ആയിട്ടാണ് ഭാവിക്കുക. മാത്രമല്ല ക്ലോസർ ഇന്ത്യൻ റഷ്യൻ കോപ്പറേഷൻ. ശരിക്കും ഇന്ത്യ SCOയിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് റഷ്യയായിരുന്നു. റഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലൻസിങ് പവർ ആയിട്ട് ഇന്ത്യ SCOയിൽ ഉണ്ടാവേണ്ടത് നെസസറിയും ആയിരുന്നു. ആ സമയത്ത് 2017 ചൈന അഗ്രസീവ്ലി അതിന്റെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്, ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ ഒരു റീജിയനിൽ കൗണ്ടർ ബാലൻസ് ചെയ്യാനായിട്ട്, ചൈനയുടെ ഡോമിനൻസിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാനായിട്ട് ഇന്ത്യ വരണം എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ട് കൂടി റഷ്യയാണ് നമ്മളെ പുഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മോസ്കോയായിട്ട് നമ്മുടെ റിലേഷൻസ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഫോറം സഹായിക്കും. സോ മെമ്പർ സ്റ്റേറ്റ്സ്, ഇത് ആക്ച്വലി ലേറ്റസ്റ്റ് മാപ്പ് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇവിടെ ബെലാറസ് ഉണ്ട്, ഇറാനും ഉണ്ട്. ഇത് രണ്ടും ഇപ്പൊ മെമ്പേഴ്സ് ആണ്. നെക്സ്റ്റ്, ഇന്ത്യയും US ക്രിട്ടിക്കൽ മിനറൽസിൽ ഒരു പാക്ട് സൈൻ ചെയ്തു എന്നൊരു ചെറിയ ന്യൂസ് ഉണ്ട്. സോ ആ കോണ്ടെക്സ്റ്റിൽ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ക്രിട്ടിക്കൽ മിനറൽസ് എന്നുള്ളത്. സോ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് ക്രൂഷ്യലും ക്രിട്ടിക്കലുമായ ഒരു മിനറൽസിന്റെ ലിസ്റ്റ് ഉണ്ടാവും. അതാണ് ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്കൽ മിനറൽസ്. ഇത് ഓരോ രാജ്യത്തിനും ഓരോന്നായിരിക്കും. ഇപ്പൊ ഇന്ത്യക്ക് വി ഹാവ് എ ലിസ്റ്റ് ഓഫ് 30 ക്രിട്ടിക്കൽ മിനറൽസ്. ഇത് റിലീസ് ചെയ്യുന്നത്, ഈ ലിസ്റ്റ് റിലീസ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് മൈൻസ് ആണ്. മിനിസ്ട്രി ഓഫ് മൈൻസിന്റെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ട്. ഈ എക്സ്പെർട്ട് കമ്മിറ്റി ഐഡന്റിഫൈ ചെയ്ത 30 മിനറൽസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്കൽ മിനറൽസ്. അപ്പൊ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മളിത് അറിഞ്ഞിരിക്കണം. പക്ഷെ ഇത് 30 എണ്ണം പഠിക്കുക എന്ന് പറയുന്നത് ഫീസിബിൾ ആയിരിക്കില്ല. അപ്പൊ എന്ത് ഇല്ല എന്നുള്ളത് ഓർത്ത് വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഉദാഹരണത്തിന് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അയൺ ഇല്ല, അലൂമിനിയം ഇല്ല, ഗോൾഡ് ഇല്ല, സിൽവർ ഇല്ല, ഇതൊന്നും ഇല്ല. പക്ഷെ അതേസമയം കോബാൾട്ട് ഉണ്ട്, കോപ്പർ ഉണ്ട്, അയൺ ഇല്ല. അപ്പൊ കോമൺ ആയിട്ടുള്ള കോപ്പർ ഉണ്ട്, അയൺ ഇല്ല. പിന്നെ ടിൻ ഉണ്ട്. സോ ഇങ്ങനത്തെ കുറച്ച് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട് താനും. സോ ഇല്ലാത്തത് ഓർത്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അതുകൂടാണ്ട് റയർ എർത്ത് മിനറൽസ് 17 എണ്ണം ഉണ്ട്. ഈ റയർ എർത്ത് മിനറൽസും ഒക്കെ നമ്മൾ ക്രിട്ടിക്കൽ മിനറൽസിന്റെ ഗ്രൂപ്പിംഗിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 2023 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Ilmenite and rutile abundantly available in certain coastal tracts of India are rich sources of which one of the following? So ഇതിന്റെ ഓപ്ഷൻസ് നമ്മൾ ശ്രദ്ധിച്ചാൽ അലുമിനിയം, കോപ്പർ, അയൺ, ടൈറ്റാനിയം. നമുക്ക് ഈ മുകളിലത്തെ 3 എണ്ണത്തിന്റെയും ഓറും ഇത് എവിടെയാണ് അവൈലബിൾ ആവുന്നത് എന്നുള്ളത് നമുക്ക് ജനറലി ജോഗ്രഫിയിൽ, റിസോഴ്സ് ജോഗ്രഫി ഒക്കെ പഠിക്കുമ്പോൾ ഒരു ധാരണ ഉണ്ടാവും. അപ്പൊ അലുമിനിയത്തിന്റെ ബോക്സൈറ്റ് ഓറിന്റെ റീജിയൻസ് നമുക്കറിയാം. കോപ്പർ രാജസ്ഥാൻ ആ ഒരു ഏരിയയിലാണെന്ന് നമുക്കറിയാം. അയൺ കുറച്ചുകൂടി എന്താ പറയാ ഒരു ഡക്കൻ, ആ ഒരു കർണാടക അവിടെയൊക്കെയാണെന്ന് നമുക്കറിയാം. പിന്നെ ഇതിൽ കീവേഡ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അബണ്ടന്റ്ലി അവൈലബിൾ ഇൻ സർട്ടൻ കോസ്റ്റൽ ട്രാക്സ് എന്ന് കൂടിയാണ്. ഇത് മൂന്നും ഏതെങ്കിലും ഒരു ഓറ് നമ്മൾ കേട്ടിട്ടുണ്ടോ, നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അബണ്ടന്റ്ലി അവൈലബിൾ കോസ്റ്റൽ ട്രാക്സിലുള്ളത്. അപ്പൊ കുറച്ചുകൂടി പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഡി, ടൈറ്റാനിയത്തിലേക്ക് എത്താനാണ്. ഇങ്ങനെയാണ് നമുക്ക് ലോജിക്ക് യൂസ് ചെയ്യാവുന്നത്. സോ ആൻസർ ഫാക്ച്വലി അറിയാമെങ്കിൽ അല്ലാണ്ട് നമുക്ക് സോൾവ് ചെയ്യാം. ആൻസർ ഡി, ടൈറ്റാനിയം ആണ്. പിന്നെ ഇതും ആ വർഷത്തെ തന്നെ ക്വസ്റ്റ്യൻ ആയിരുന്നു. About 3/4 of the world's cobalt, a metal
required for manufacturing batteries for electric motor vehicles is produced by. ഇത് ഫാക്ച്വൽ നോളജ് അറിയേണ്ട ഒരു കാര്യമാണ്. കോബോൾട്ടിന്റെ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ ഉള്ളത് DR കോങ്കോയിലാണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ്. പിന്നെ വേറൊരു ന്യൂസ് വന്നത് E-office system shuts down, derails administrative work in railways. ഈ ന്യൂസ് ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് സൈറ്റ് ചെയ്യാവുന്നതാണ്. ഗവേണൻസ് പെർസ്പെക്റ്റീവില് ഗവേണൻസ് GS2 ഗവേണൻസിൽ വരുന്നതാണ്. അപ്പോൾ ഈ പെർസ്പെക്റ്റീവില് നമ്മൾ ശരിക്കും ടെക്നിക്കൽ ഗ്ലിച്ചസ്, ഈ ഗവേണൻസ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിൽ നമ്മൾ ടെക്നിക്കൽ ഗ്ലിച്ചസ് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സൈറ്റ് ചെയ്യാവുന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്ററിന്റെ ഓഫീസ്. അതിന്റെ പ്രവർത്തനം നിലച്ചത് കാരണം റെയിൽവേയുടെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഒരു 2-3 ദിവസത്തേക്ക് മുടങ്ങിയായിരുന്നു എന്നുള്ളത് നമുക്ക് റീസെന്റ് എക്സാമ്പിൾ ആയിട്ട് ആൻസേഴ്സ് ഒക്കെ എഴുതുമ്പോൾ സൈറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ എക്സാമ്പിൾസ് കാണുമ്പോൾ കൂട്ടിയത് വെക്കുന്നത് നല്ലതായിരിക്കും. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. താങ്ക് യു.